നമസ്കാരം ലാലേട്ട. അന്താരാഷ്ട്ര ചലച്ചിത്ര സാങ്കേതിക മികവോടെ 1999 മലയാളത്തിൽ നിർമ്മിച്ച ഉന്നത കലാമൂല്യമുള്ള ചിത്രമാണ് ലാലേട്ടന്റെ വാനപ്രസ്ഥം. ഷാജി എൻ കരുണാണ് സംവിധായകൻ. ഒരു ഇൻഡോ ഫ്രഞ്ച് ജർമ്മൻ സംരംഭമായിരുന്നു ഈ ചിത്രം. ലാലേട്ടനും അതിൽ നിർമ്മാണ പങ്കാളിത്തമുണ്ടായിരുന്നു. ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് തബലയുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഉസ്താദ് സക്കീർ ഹുസൈനാണ്. ദൈവത്തിൻ്റെ മാത്രമല്ല ഉന്നത കലാമൂല്യങ്ങളുടെ കലാരൂപങ്ങളുടെ നാടുകൂടിയാണ് കേരളം. അവയിൽ പ്രധാനവും പ്രഥമവുമായ കഥകളിയുടെ സമ്പൂർണ്ണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമയായിരുന്നു വാനപ്രസ്ഥം. ഈ സിനിമയെപ്പറ്റി നമുക്ക് ഏറെ പ്രിയപ്പെട്ട ലാലേട്ടനിൽ നിന്ന് തന്നെ എന്തെങ്കിലും അറിയാനായിട്ട് പറ്റും? എന്നെ വ്യക്തിപരമായും തൊഴിൽപരമായും വളരെയേറെ ആകർഷിച്ച ചിത്രമാണ് ഷാജി സാറിൻ്റെ വാനപ്രസ്ഥം. പല സാഹചര്യങ്ങളും പ്രതികൂലമായിരുന്നിട്ടും അതിൻ്റെ നിർമ്മാണ പദ്ധതികളിൽ കൂടി പങ്കാളിയായിക്കൊണ്ടാണ് ഞാൻ അതിനോടൊപ്പം നിന്നത്. പിന്നെ വാനപ്രസ്ഥം എന്ന സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ അർഹനല്ല. വാനപ്രസ്ഥം എന്ന സിനിമ ഉള്ളിൽ ആവാഹിക്കുകയും അത് ചലച്ചിത്രമായി പുറത്തു കൊണ്ടുവരികയും ചെയ്ത അതിൻ്റെ സംവിധായകനായ ഷാജി എൻ കരുൺ സാറാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഷാജി സാർ, വളരെയധികം സന്തോഷം ഈ ഷോയിലേക്ക് വന്നതിന്. വാനപ്രസ്ഥം എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാനല്ല പ്രാപ്തൻ, അതിന് ഷാജി സാറാണെന്ന്. ഒരുപക്ഷെ ഇന്ന് കേരളം കണ്ടുപിടിച്ച കഥകളി, അതുപോലെ തന്നെ കേരളം കണ്ടുപിടിച്ച ഒരു നടൻ ശ്രീ മോഹൻലാൽ. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് കണ്ടു അതിൻ്റെ അപ്പുറം ഞാൻ കാണാത്ത കാഴ്ചകൾ കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അർത്ഥത്തിൽ ഈ ഇന്നും വാനപ്രസ്ഥം 10-20 വർഷത്തോളം ആയിരിക്കുന്നു ഈ ചിത്രം നിർമ്മിച്ചിട്ടും അതിൽ അഭിനയിച്ചിട്ടും. ഇന്നും ഈ 18 വർഷം ഒരു തേയ്മാനവും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കാലം തേച്ച് കളയാൻ പറ്റാത്ത ഏത് കലാരൂപവും ഒരുപക്ഷെ ഇനിയുള്ള 50 വർഷം കഴിഞ്ഞാലും വാനപ്രസ്ഥം നിലനിൽക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാനിവിടെ പറയുകയാണ്. ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥകളി എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ പിന്നിലുള്ള 4-5 മണിക്കൂർ ചുറ്റി കിടന്ന് 8 മണിക്കൂർ കോൾ ഷീറ്റുള്ള സമയത്ത് 8 മണിക്കൂർ 6 മണിക്കൂർ ചുട്ടികുത്തി പുറത്തേക്ക് വരുമ്പോൾ ഫ്രഞ്ച്, അതായത് നമ്മുടെ തന്നെ ഏറ്റവും വലിയ അടുത്ത ആൾക്കാർക്ക് ഒരുപക്ഷെ ലൈറ്റ് ചെയ്ത് വിഷമിച്ചിരിക്കുന്ന അവരുടെ എംപ്ലോയ്മെൻറ്റ് ടെക്നോളജി പ്രകാരം അവരുടെ ലേബർ ലോ അനുസരിച്ചിട്ട് 6-7 മണിക്കൂർ കഴിഞ്ഞാൽ നിർത്തേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഒരു വിഷമവും കൂടാതെ അത് ചെയ്യുകയും ഇനി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്ന് പറയുകയും ചെയ്ത ഒരു കലാകാരൻ്റെ സന്മനസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനായിട്ട് ജനിച്ചു പോയാൽ ഈ രാജ്യത്ത് ഒരർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ നന്മ പുറത്തു കൊണ്ടെത്തിക്കാൻ അയാൾ തീർച്ചയായിട്ടും സന്നദ്ധനാണ്. അപ്പം അയാളിൽ കൂടി ഒരു രാജ്യം തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ്. ഇപ്പോൾ സാർ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാർ അഭിമാനത്തോടെ എന്നോട് പറഞ്ഞ ഞാൻ എപ്പോഴും ഓർക്കുന്നു, ലാൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പറക്കുന്നത് കണ്ടോ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നമ്മുടെ ഫ്ലാഗ് പറക്കുന്നു. നമ്മൾ കണ്ടു സാർ. അത് സാറ് പറഞ്ഞു നമ്മുടെ സിനിമ ഉള്ളത് കൊണ്ടാണ്. അതൊരു വലിയ ഒരു മുഹൂർത്തമാണ്. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് 2 ദേശീയ അവാർഡുകൾ കിട്ടിയ ചിത്രമായിരുന്നത്. ഒന്ന് ഒരു ബെസ്റ്റ് ആക്ടർ, അതുപോലെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള ബെസ്റ്റ് പ്രൊഡ്യൂസർ. അപ്പോൾ എന്നും ആ നന്ദിയും കടപ്പാടും ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങയോടുണ്ട്. അത് സാറ് പറഞ്ഞ എല്ലാ വാക്കുകൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നമസ്കരിക്കുന്നു.